മനുഷ്യ വന്യജീവി സംഘർഷത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതോടെ കേന്ദ്ര നിയമങ്ങൾ മറികടക്കാനാകുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ദുരന്ത നിവാരണ അതോറിറ്റികൾക്ക് ഏത് നിയമത്തിന് മുകളിലും ഉത്തരവിടാനാകും. വന്യജീവി സംഘർഷത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സവിശേഷ അധികാരങ്ങൾ പ്രയോഗിക്കുമെന്നും മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങൾ ലഘൂകരിക്കുന്നതിലെ പ്രധാന തടസ്സം കേന്ദ്ര നിയമങ്ങളാണെന്നാണ് സർക്കാർ വാദം. ഇത് മറികടക്കാൻ ലക്ഷ്യമിട്ടാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തെ മന്ത്രിസഭ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത്. സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ സവിശേഷമായ അധികാരത്തെ വന്യജീവി സംഘർഷങ്ങളിൽ ഉപയോഗപ്പെടുത്താമെന്ന് സർക്കാർ കരുതുന്നു. ദുരന്ത നിവാരണ അതോറിറ്റികൾക്ക് ഏത് നിയമത്തിന് മുകളിലും ഉത്തരവിടാനാകും. മറ്റ് നിയമങ്ങൾക്ക് മുൻപിൽ ഈ നിയമത്തിന് പ്രാബല്യമുണ്ട്, ഇതിലെ ഉത്തരവുകൾക്ക് പ്രാബല്യമുണ്ട് എന്നത് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതി തന്നെയും പല വിഷയങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. ഹൈക്കോടതിയിൽ താഴെയുള്ള കോടതികൾക്കൊന്നും ഇതിൽ ഇത്തരം ഉത്തരവുകളിൽ ഇടപെടാൻ പറ്റില്ല. അത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇറക്കുന്ന ഉത്തരവുകളിലാകട്ടെ, സംസ്ഥാന അതോറിറ്റി ഇറക്കുന്ന ഉത്തരവുകളാകട്ടെ, അവിടെ ഹൈക്കോടതിയിൽ മാത്രമേ അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വന്യജീവികളെ തടയുന്നതിൽ കേന്ദ്ര നിയമത്തിൻ്റെ കുരുക്കുകൾ ഇനി സർക്കാരിനെ ബാധിക്കില്ല. നിലവിലെ നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടാനുള്ള അധികാരവും ദുരന്ത നിവാരണ അതോറിറ്റികൾക്കുണ്ട്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനും വകുപ്പ് സെക്രട്ടറിമാരും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിയും അംഗങ്ങളായ ഉദ്യോഗസ്ഥ സമിതി ഇത് സംബന്ധിച്ച് വിശദമായ മാർഗനിർദ്ദേശം തയ്യാറാക്കും. ഓരോ സാഹചര്യത്തിലും എന്തുതരം നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്ന SOP നിലവിൽ വരുന്നതോടെ വന്യജീവി പ്രശ്നം ഒരു പരിധിവരെ കുറയ്ക്കാനാകുമെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.